നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മൗസ് മേടിക്കാൻ പോകേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞിട്ട് മേടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഒരു ഗെയിമിംഗ് മൗസ് എടുക്കണോ അല്ല നോർമൽ മൗസ് എടുക്കണോ എന്നുള്ളത്. എന്താണ് ഗെയിമിംഗ് മൗസും സാധാരണ മൗസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്നൊന്ന് നോക്കാം. സാധാരണ മൗസിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രിസിഷൻ, അതുപോലെ ഉയർന്ന DPI, ഇതൊക്കെയാണ് ഒരു ഗെയിമിംഗ് മൗസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് മൗസുകളിൽ ഏകദേശം ഒരു 95% വയർഡ് മൗസുകളായിരിക്കും, വയർലെസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മൗസ് അയക്കണേക്കാൾ കൂടുതൽ സിഗ്നൽസ്, കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഗെയിമിംഗ് മൗസുകൾ അയച്ചുകൊണ്ടിരിക്കും. അത് പ്രിസിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാറ്റൻസി അത്ര അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ലാറ്റൻസി കുറയ്ക്കാനായിട്ട് വയേർഡാണ് യൂസ് ചെയ്യുക. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ മാപ്പിംഗ് ആണ്. അതായത് അഡീഷണൽ കീസ് ഉണ്ടാവും. സാധാരണ മൗസിൽ ഉണ്ടാവണേലും കൂടുതൽ കീകൾ ഉണ്ടാവും. ആ കീകളൊക്കെ ഒരു സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ ഫയറിംഗ് ബട്ടണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗെയിമൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പവും ഭാരമാണ്. സാധാരണ മൗസിനേക്കാളും കുറച്ച് വലിയ മൗസ് ആയിരിക്കും. അതായത് നമ്മുടെ കൈ ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള കുറച്ച് വലിപ്പമുള്ള മൗസുകളായിരിക്കും ഗെയിമിംഗ് മൗസുകൾ. അത് കൂടാണ്ട് വെയിറ്റും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സാധാരണ മൗസിനേക്കാളും കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാവും. നമുക്കതൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, കയ്യിലെ മൗസുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ്. ചില മൗസുകളിൽ ആ ഒരു വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം വരേണ്ടിയിട്ടാണ്. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ബിൽഡ് ക്വാളിറ്റിയാണ്. സാധാരണ മൗസിനേക്കാളും നല്ല ഡ്യൂറബിൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആ ഗെയിമിൻ്റെ ത്രില്ലിൽ നല്ല ഭയങ്കര റാഷൊക്കെ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഈ മൗസിൻ്റെ സ്വിച്ചുകളുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതും സാധാരണ മൗസിൻ്റെ ലൈഫിനേക്കാളും കൂടുതലായിരിക്കും. കുറച്ചും കൂടി ഫീഡ്ബാക്കുള്ള ബട്ടൺസൊക്കെ ആയിരിക്കും സാധാരണ ഗെയിമിംഗ് മൗസിന് ഉണ്ടാവുക. മിക്കവാറും ഗെയിമിംഗ് മൗസുകൾ ഞാൻ കണ്ടിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡഡ് കേബിൾ ആയിരിക്കും. നോർമൽ പ്ലാസ്റ്റിക് കേബിൾ യൂസ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ മൗസുകളുണ്ട്. അതൊരു മോശം സംഭവമൊന്നുമല്ല. പക്ഷേ ബ്രൈഡഡ് കേബിളാണ് കുറച്ചും കൂടി നല്ലത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബ്രൈഡഡ് കേബിളാണ്. ഗെയിമിംഗ് മൗസ് ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം ഇതൊന്നുമല്ല. ഒന്നാമത്തത് അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ലുക്ക്, പിന്നെ അതിലുള്ള പല വിധത്തിലുള്ള കളറുകൾ. മിക്ക ഗെയിമിംഗ് മൗസുകളും RGB കളേഴ്സിലൊക്കെയാണ് വരിക. കണ്ടാൽ തന്നെ അടിപൊളി ലുക്കാണ്. നമ്മളുടെ ഒറ്റ നോട്ടം, എന്തായാലും നോട്ടം നമ്മളെ മൗസുമ്മേക്ക് തന്നെ പോകും. അത്തരത്തിലുള്ള ലുക്കായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.